Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എല്ലാ സെമസ്റ്ററിലെയും ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. പ്രോബ്ലം പേപ്പേഴ്സും തിയറി പേപ്പേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ പാർട്ട് ബിയിൽ നമുക്ക് 8 ചോദ്യങ്ങളിൽ 3 തിയറി ചോദ്യങ്ങളും 5 പ്രോബ്ലംസ് ആണ് വരാറ്. സോ ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഇതൊക്കെ വരച്ച് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ആദ്യത്തെ പ്രതീക്ഷിക്കുന്നത്, കൺവേർഷൻ മെത്തേഡിൽ നിന്നുള്ളൊരു പ്രോബ്ലം. സോ ഫസ്റ്റ് സിംഗിൾ എൻട്രി സിസ്റ്റം ആ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. ടോട്ടൽ പർച്ചേസസോ ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ പർച്ചേസസോ അതല്ലെങ്കിൽ ടോട്ടൽ സെയിൽസോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ പേപ്പറിലും ഉള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്കറിയാം അത് കൺവേർഷൻ മെത്തേഡാണ്. കൺവേർഷൻ മെത്തേഡിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നിന്ന് നമ്മൾ essayക്കാണ് ക്വസ്റ്റ്യൻസ് സാധാരണ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L വരച്ചിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ വരുന്നത് essayക്കാണ്. ഇതിലും പ്രതീക്ഷിക്കാം, ബട്ട് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൺവേർഷൻ മെത്തേഡിൽ ഈ ഒരു പ്രോബ്ലം ആണ്. അതാണ് നമ്പർ 1. ദെൻ നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് പ്രോബ്ലംസ് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ളത് 2 പ്രോബ്ലംസ് വരെ വരാറുണ്ട്. പ്രോബ്ലംസ് 2 എണ്ണം ഇഷ്യൂ ഷെയർസിൽ നിന്ന് ഒരെണ്ണമല്ല 2 എണ്ണം പ്രോബ്ലംസ് വരാറുണ്ട് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഫോർഫീച്ചറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള 2 പ്രോബ്ലംസ് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലംസിൽ ഡിബഞ്ചേഴ്സിൽ നിന്ന് ഉള്ള പ്രോബ്ലം, അത് ഷെയർ പിടിച്ചൊരു കുട്ടിക്ക് ഡിബഞ്ചറിൻ്റെ ഒരു ഒറ്റ പ്രോബ്ലം കേട്ടോ. ഡിബഞ്ചറിൻ്റെ ഒരു പ്രോബ്ലം പഠിക്കാൻ അധികം സമയം വേണ്ട, വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കുന്നതാണ്. ഷെയർ പിടിച്ചാൽ പിന്നെ നമുക്ക് ഡിബഞ്ചർ എളുപ്പമാണ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സർപ്ലസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് സർപ്ലസ്, അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഇതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഇതാണ് പ്രോബ്ലംസ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിയറി വരുന്നത് ആദ്യത്തെ സെക്കൻഡ് ചാപ്റ്റർ കമ്പനിയുടെയാണ്. ഡിഫറൻറ്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഒരു തിയറി ചോദ്യം റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്, റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്, ഇതിൻ്റെ ഡിഫറൻസ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ 2 എണ്ണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിയറി വരുന്നത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്.
IFRS എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായി നോക്കിക്കണം. ദെൻ റീസൺസ് ഫോർ IFRS convergence. ഓക്കെ, IFRSൽ നിന്ന് തിയറി ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്. ഒരെണ്ണം എന്തായാലും മിനിമം പ്രതീക്ഷിക്കാം. 3 പാർട്ടിൽ നമ്മൾ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് IFRS കേട്ടോ. അതാണ് മറ്റൊന്ന്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് different types of preference shares, മറ്റൊരു തിയറി ചോദ്യം. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ്, സിംഗിൾ എൻട്രി വേഴ്സസ് ഡബിൾ എൻട്രി തിയറി. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് CDT നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യമാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല, എന്നാലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. 8 ചോദ്യങ്ങളാണ്, 8 നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് കൺവേർഷൻ മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം, ടോട്ടൽ പർച്ചേസോ ടോട്ടൽ സെയിൽസോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് റിപ്പീറ്റ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് 2 പ്രോബ്ലംസ് അവർ ഇടാറുണ്ട്. ഡിബഞ്ചേഴ്സിൽ നിന്ന് ഒരു പ്രോബ്ലം, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സർപ്ലസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഒരു തിയറി ചോദ്യം. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. IFRSന്റെ ഫീച്ചേഴ്സ്, റീസൺസ് ഫോർ IFRS കൺവേർജൻസ്, IFRSന്റെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും പ്രതീക്ഷിക്കാം. ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് CDTയുടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിൻ്റെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യത്തെ ഒരു 6 ഇതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഓക്കെ, സോ ഇന്ന് 5 മണിക്ക് നമ്മൾ ക്വിക്ക് റിവിഷൻ എക്സാം റിലേറ്റഡ് ലൈവ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വെക്കുന്നുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി 5 മൊഡ്യൂൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോകും. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.